കുറേ ഇൻസൾട്ട് അനുഭവിക്കപ്പെടുന്ന ആളുകളാണ് ഗോള് ഫോളോ ചെയ്യുന്ന ഒരാൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുത്തുവാക്കുകളും ഇൻസൾട്ടിങ്ങും ആയിട്ട് വരുന്ന മെയിൻ ടീമാണ് നമ്മുടെ ഫാമിലി, രണ്ടാമത് നമ്മളെ റിലേറ്റീവ്സ്, മൂന്നാമത് നമ്മളെ ഫ്രണ്ട്സ്. ഈ 3 ടീമാണ് നമ്മൾ മെയിനായിട്ട് തളർത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കൊമ്പ് അങ്ങോട്ട് വെട്ടിയിടാൻ നോക്കും. അപ്പോൾ എനിക്ക് നമ്മളോട് പറയാനുള്ളത്, ഇങ്ങനത്തെ ടീം നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. നമുക്ക് അവരെ മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ അവർ പറയുന്നത് ഇതിലാണ്ട് കേട്ടിട്ട് ഇതിലാണ്ട് വിടണം എല്ലാവർക്കും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അയാളോട് ബന്ധമായിട്ട് മുറിച്ചിടുക. അയാളുള്ള പരിസരത്ത് നമ്മൾ എത്തരുത്. നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളുടെ ആ പരിസരത്ത് നമ്മൾ എത്തരുത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഇങ്ങനെ നമ്മൾ കേട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ശരിയെന്ന് ചിലപ്പോൾ നമ്മളെ ബ്രെയിനിന് തോന്നിപ്പോവും. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇന്നിപ്പം എൻ്റെ 23-ാം വയസ്സിൽ എൻ്റെ പാസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബാക്കിൽ പോയി കുറേ പൈസകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ റിലേറ്റീവ്സും ഫാമിലിയും ഒക്കെ ആ കാര്യം വെച്ചിട്ട് അവർക്ക് നമ്മൾ കമ്പയർ ചെയ്യുക. അന്ന് അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്യേണ്ട, ഇനി ഗൾഫ് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാം. ഇവരെ വിചാരം ഗൾഫിലൊക്കെ പോയിട്ട് ഇങ്ങനെ പണം ഇങ്ങനെ പറിച്ചിടുകയാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ AC കുത്തിർന്നിട്ട് വെറുതെ പൈസ വരാന്ന്. ഏത് മേഖലയിലും എന്തൊക്കെ പണി ഉണ്ടാവും എന്നൊക്കെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അത്രമാത്രം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വെറുതെ പണിയില്ലാതെ വീട്ടിൽ നിന്നിട്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. ഇതുവരെ 18-ാം വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുവരെ പണിക്ക് പോകാത്ത 1-2 ദിവസങ്ങളല്ലാതെ അതിനപ്പുറം ഒരു മാസം പോലും ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ ഈ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ അത് കരുതിയിട്ട് ഞാൻ എൻ്റെ പഠിത്തം ഒരു കാര്യവും നിർത്തിയിട്ടില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ അന്തസ്സായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.